നിലവിലെ സാഹചര്യത്തിൽ ഇത്തരം സ്ത്രീപക്ഷ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള ഒരിത് നിൽക്കെ തന്നെ ആളുകൾ മെൻസ് കമ്മീഷൻ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു ഈക്വാലിറ്റി എന്നതിനപ്പുറം അല്ലെങ്കിൽ ഒരു വുമൻസ് കമ്മീഷൻ ഉള്ളത് കൊണ്ട് മെൻസ് കമ്മീഷൻ വേണം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഇതിൻ്റെ നിയമപരമായിട്ടുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് ഒരു മെൻസ് കമ്മീഷൻ വരുന്നത്? ആക്ച്വലി ഈ മെൻസ് കമ്മീഷൻ എന്നുള്ള ഒരു ആശയം വരുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ആളുകൾ ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമാണ് ഇത്രയും ആശയം വന്നത്. കാരണം പൊതുവിൽ നമുക്ക് അറിയാം, നേരത്തെയൊക്കെ കേസുകളോ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ പോയി പരാതി കൊടുക്കുന്നു. പരാതി കൊടുക്കാത്ത ആളുകൾ നേരെ വീട്ടിലേക്ക് പോകുന്നു. ഇന്ന് ക്യാമറയുണ്ട്, അത് റെക്കോർഡ് ചെയ്യപ്പെടുന്നു, അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നു. അപ്പോൾ ഇയാൾ നിരപരാധിയാണ് എന്നുള്ളൊരു തോന്നൽ പൊതുജനങ്ങൾക്കുണ്ടാകുന്നു. അതിനപ്പുറത്തേക്ക് നേരത്തെയും ഇങ്ങനെ ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇന്നത് സോഷ്യൽ മീഡിയ വഴി വളരെ മുഴുവൻ ആളുകളിലേക്കും എത്തുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത്തരമൊരു ആവശ്യം തന്നെ ഉയർന്നു വന്നിട്ടുള്ളത്. സത്യത്തിൽ ഈ മെൻസ് കമ്മീഷനെ എപ്പോഴും പരിഹസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ള ആളുകളെ വെച്ചുകൊണ്ടാണ്. നമുക്കറിയാം, ഒരു ട്രിവാൻഡ്രത്തുള്ള ഒരു കക്ഷി, ഞാൻ പേര് പറയുന്നില്ല, അദ്ദേഹം ഇതിലുള്ള മുഴുവൻ ആളുകളെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും ഡൊമസ്റ്റിക് വയലൻസിൻ്റെ കേസുള്ള ആളുകളാണ്, ഭാര്യയെ തല്ലിയതിന് കേസുള്ള ആളുകളാണ്, ഭാര്യയുടെ ഡൗറി ഡിമാൻഡ് ചെയ്തതിന് കേസുള്ള ആളുകളാണ്. അത്തരം ആളുകളുടെ ഒരു കൂട്ടായ്മ ആയിട്ടാണ് കേരളത്തിൽ ഇത് ഉയർന്നു വന്നിട്ടുള്ളത്. പിന്നീട് രാഹുൽ ഈശ്വറിനെ പോലുള്ള ആളുകൾ അതിലേക്ക് വരുന്നു. രാഹുൽ നിരന്തരം ഇക്കാര്യങ്ങൾ എന്നോട് സംസാരിക്കുന്ന ഒരാളാണ്. ഒരു വേള പോലും രാഹുലുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് യോജിച്ചു പോകാൻ എനിക്ക് പറ്റിയിട്ടില്ല. കാരണം അവരുടെ ഒരു കോസ് എന്ന് പറയുന്നത് പുരുഷന്മാർ ഇവിടെ അന്യായമായി പീഡിപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും വ്യാജ പരാതിയിൽ പെടുന്നു എന്നുള്ളതല്ല. ഏത് പരാതിയിൽ പെടുന്ന പുരുഷന്മാരെയും നമ്മൾ സംരക്ഷിക്കണം എന്നുള്ളതാണ് അവരുടെ ഒരു ഭാഗം. ഞാൻ പറയുന്ന ഒരു പാട്രിയാർക്കൽ സമൂഹത്തിൽ എങ്ങനെ അത് സാധിക്കും? എന്തുകൊണ്ട് 1860 പിന്നെ ഇന്ത്യൻ പീനൽ കോഡ് ഉണ്ടായിട്ടുള്ളത്? മെക്കാലെ എന്ന് പറഞ്ഞ ഒരു ബ്രിട്ടീഷുകാരനാണ്, ഒരു ബ്രിട്ടീഷ് പൊളിറ്റീഷ്യനാണ് ആ നിയമം എന്ത് ചെയ്തത്, കൊണ്ടുവന്നത്, ഡ്രാഫ്റ്റ് ചെയ്തത്. 1834 പിന്നെ 860 അത് പിന്നെ ഇനാക്ട് ചെയ്യുന്നു, 862 അത് പിന്നെ പ്രാബല്യത്തിൽ വരുന്നു. ഇന്നും എത്ര വകുപ്പുകൾ അതിൽ നിന്ന് നമ്മൾ മാറ്റിയിട്ടുണ്ട്? ഒന്നും മാറ്റിയിട്ടില്ല. കാരണം സമൂഹത്തിൽ പുരോഗമനം ഉണ്ടായി എന്ന് നമ്മൾ പറയുമ്പോൾ പോലും ഈ പുരുഷ ബോധത്തിന് വലിയ രീതിയിലൊന്നും മാറ്റം വന്നിട്ടില്ല. പുരുഷൻ സ്ത്രീ അബലയാണ് എന്നുള്ള ബോധത്തിന് മാറ്റം വന്നിട്ടില്ല. ബസ്സിൽ കയറുമ്പോൾ സ്ത്രീയെ ഒന്ന് തട്ടിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാലും വലിയ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടാവും എന്നുള്ള ബോധത്തിനൊന്നും മാറ്റം വന്നിട്ടില്ല. അപ്പം ഭൂരിപക്ഷം സ്ത്രീകളും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് വിധേയമാകുമ്പോൾ അതിലൊരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരാൾ പ്രതികരിക്കുമ്പോഴാണ് പുരുഷൻ്റെ വികാരം ഉണരുന്നത് എന്നാണ് ഇവർ പറയുന്നത്. അത് ശരിയല്ലല്ലോ. നമുക്ക് മുമ്പിലുള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് നോക്കാം. സവാദിൻ്റെ കേസിലാണെങ്കിൽ പൂമാലയിട്ട് സ്വീകരിക്കുന്ന ഒരു കാര്യം നമ്മൾ കണ്ടു. ബോബി ചെമ്മണ്ണൂർ ഞാൻ ഉത്സവ പറമ്പുകളിലൂടെ പോകുമ്പോൾ ജാക്കി വെച്ച് രസിക്കാറുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് അത് ആ കേസിന് പിന്നെ ഈ പറഞ്ഞ കുന്തി ദേവി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഈ ഹണി റോസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞപ്പോൾ ജയിലിൽ പോയപ്പോൾ തിരിച്ചു വന്നപ്പോൾ പൂമാലയിട്ട് സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എവിടെയാണ് ഈ പുരുഷൻ്റെ ആ ബോധം മാറിയിട്ടുള്ളത്? ഇതിനൊക്കെയാണോ പുരുഷ കമ്മീഷൻ വേണ്ടത്? അങ്ങനെ ഒരു ആവശ്യമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പല നിയമങ്ങളും ജെൻഡർ ന്യൂട്രൽ ആയേനെ, പണ്ടേ ആയേനെ. 376 റേപ്പ് ജെൻഡർ ന്യൂട്രൽ അല്ലാത്ത? ഒരു സ്ത്രീ പുരുഷനെ റേപ്പ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു നിയമം നമ്മുടെ നാട്ടിലില്ല. അപ്പം എന്തുകൊണ്ട് 1860 ശേഷവും 154 വർഷങ്ങൾക്ക് ശേഷവും ഇവിടുത്തെ സ്ത്രീപക്ഷ നിയമങ്ങൾ ജെൻഡർ ന്യൂട്രൽ ആവുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നും അന്നത്തേതിനേക്കാൾ വലിയ മാറ്റപ്പെട്ട സാഹചര്യങ്ങളൊന്നുമില്ല. ന്യൂ ജനറേഷൻ ഈ സാങ്കേതികപരമായിട്ടുള്ള മാറ്റങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണുന്ന ചില കാര്യങ്ങളിൽ പുരുഷൻ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ പേരിലാണ് ഈ മെൻസ് കമ്മീഷൻ എന്ന് വന്നിട്ടുള്ളത്. വളരെ ഏതെങ്കിലും തരത്തിൽ അതിനൊരു അനുമതി, ഒരു പ്രൈവറ്റ് ബില്ലൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലൊരു ചിന്തയിലേക്ക് നമ്മുടെ പാർലമെൻറ്റേറിയൻസ്, നിയമ നിർമ്മാതാക്കൾ പോകുമെന്ന് ഞാൻ ഇന്നും കരുതുന്നില്ല.